ഔസേപ്പച്ചനുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചില പരീക്ഷണങ്ങളും ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ നടന്നിട്ടുണ്ട്. അതിലൊന്നിനെ കുറിച്ച് പറയാം. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിലെ പിച്ചകക്കാവുകൾക്കപ്പുറം എന്ന പാട്ട് അതിലൊന്നായിരുന്നു. ട്രെയിൻ യാത്രയുടെ താളമൊക്കെ നിറച്ച് ഔസേപ്പച്ചൻ ഒരു ട്യൂൺ ഉണ്ടാക്കി കേൾപ്പിച്ചു. വരികളൊന്നും എഴുതി പാട്ടാക്കാൻ പറ്റിയ ട്യൂണില്ലെന്നും സിനിമയിലെ പശ്ചാത്തല സംഗീതമാക്കാം എന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. അതിന് വരികൾ എഴുതി നോക്കിയാലോ എന്ന് അപ്പോൾ എനിക്ക് തോന്നി. റെക്കോർഡിങ്ങിന് പോയി വരൂ, ഞാനൊരു പരീക്ഷണം നോക്കട്ടെ എന്ന് ഔസേപ്പച്ചനോട് പറഞ്ഞു. ഞാൻ ഈ ട്യൂണിന് വരികൾ എഴുതുന്നത് തൊട്ടടുത്ത മുറിയിൽ താമസിച്ച ONB സാർ കണ്ടു. നിനക്കൊക്കെ എന്താണ്, വട്ടാണോ എന്നാണ് ട്യൂൺ കേട്ട് അദ്ദേഹം ചോദിച്ചത്. കാരണം അദ്ദേഹം ട്യൂണിട്ട് പാട്ട് എഴുതുന്നതിന് എതിരായിരുന്നു. പക്ഷെ വൈകിട്ട് ഔസേപ്പച്ചൻ വന്നപ്പോഴേക്കും പാട്ട് റെഡിയായി. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ആദ്യ ട്രെയിൻ സോങ്